നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. അമേരിക്കയുടെ CIA മേധാവി ജോൺ റാഡ്ക്ലിഫ് മോസ്കോയിൽ രഹസ്യ സന്ദർശനം നടത്തിയത് ലോകരാജ്യങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്നു. രഹസ്യ സന്ദർശനം യൂറോപ്പിലും നാറ്റോ സഖ്യരാജ്യങ്ങളിലും സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കുവാൻ മുതിരരുതെന്ന് ക്രെംലിന് CIA മേധാവി നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി വാൾ സ്ട്രീറ്റ് ജേണൽ. റഷ്യയെ പ്രകോപിപ്പിച്ചത് സ്റ്റോം ഷാഡോ ദീർഘദൂര മിസൈലുകൾ ഉക്രൈനിൽ തന്നെ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ നൽകുമെന്ന ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രഖ്യാപനം. ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖ്റോവ. UK രാഷ്ട്രീയ സംഭാവനകൾക്ക് 5 ലക്ഷം പരിധി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിൽ UK പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമിന്റെ മലക്കമറിച്ചിൽ വൻ വിവാദമാകുന്നു. ആദ്യം നിർദ്ദേശത്തെ പിന്തുണച്ച ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. ബേൺഹാം ഇലക്ഷൻസ് ബില്ലിലെ ഭേദഗതികളിൽ നിന്നും പിന്മാറിയത് ലേബർ പാർട്ടിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പിനെ തുടർന്ന്. വാഗ്ദാനം പാലിക്കാത്തതിന് ജനപ്രതിനിധികളും ആക്ടിവിസ്റ്റുകളും ബേൺഹാമിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത്. UK ബാങ്കിംഗ് സ്ഥാപനമായ ബാർക്ലേസിന്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ജസ് സ്റ്റേലി ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസിൽ സ്നോ വൈറ്റ് വേഷം ധരിച്ച സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് മൊഴി നൽകിയതായി റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് US കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയ രഹസ്യ വിചാരണയുടെ രേഖകൾ പുറത്തുവന്നതോടെ. 2010 ജൂലൈ മാസത്തിൽ സ്റ്റേലിയും എപ്സ്റ്റീനും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ ഡിസ്നി രാജകുമാരിമാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. ബാർക്ലേസിന്റെ മേധാവി സ്ഥാനം സ്റ്റേലിക്ക് രാജിവെക്കേണ്ടി വന്നത് 2021 സാമ്പത്തിക മേഖലയിലെ റെഗുലേറ്റർമാർ അന്വേഷണം ആരംഭിച്ചതോടെ. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ധാരണ തുടരാൻ സന്നദ്ധത അറിയിച്ച ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനിയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ ചർച്ചയിൽ. മുൻപൊപ്പിട്ട കരാറിന്റെ വ്യവസ്ഥകൾ തുടരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇറാൻ. ചർച്ചകൾ പുനരാരംഭിക്കാൻ നിലവിൽ ധൃതിയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് വഴിയുള്ള തെക്കൻ തീരത്തെ കപ്പൽ സർവീസ് അമേരിക്കയുമായി ചേർന്ന് നടപ്പാക്കുന്നത് ഒമാൻ അവസാനിപ്പിച്ചതായി ഇറാൻ. ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും സാമ്പത്തിക സഹകരണം ശക്തമാക്കണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. രാജ്യം സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിലാണ് എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഫ്. ഒമാനുമായി ചേർന്ന് ഇറാൻ ഹോർമൂസിൽ താൽക്കാലിക പാത ഉടൻ തുറക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗച്ചിയും. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധം നേരിടാനുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ മകൻ ബാരൺ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന ആരോപണം തള്ളി ഇറാന്റെ സുരക്ഷാ തലവൻ മൊഹ്സൻ റസായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കെട്ടിച്ചമച്ച കഥയാണിതെന്നും ട്രംപിനെ ഭയപ്പെടുത്താനാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നും റസായി. ഇറാന്റെ വധഭീഷണി ഉണ്ട് എന്ന് നെതന്യാഹു നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് ഭയന്നുപോയ ട്രംപ് ഭക്ഷണ ട്രക്കിൽ രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായതെന്നും ഇറാൻ സുരക്ഷാ തലവൻ. ഇറാൻ വധശ്രമത്തിന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് മൊഹ്സൻ റസായി. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് JEE പ്രവേശന പരീക്ഷകളുടെ രീതിയിലും ഘടനയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂളുകളിൽ ആശയാധിഷ്ഠിത പഠനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ എൻട്രൻസ് പരീക്ഷകൾക്ക് സമയപരിധിക്കുള്ളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാനുള്ള പരിശീലനമാണ് ആവശ്യമെന്ന് സമിതി. സ്കൂൾ പാഠ്യപദ്ധതിയും മത്സര പരീക്ഷകളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് വിദഗ്ധ സമിതി. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ വെളിപ്പെടുത്തലുമായി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന റിപ്പോർട്ട് 2017 തന്നെ താൻ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ഉണ്ടായില്ലെന്നും കുറുപ്പ് എവിടെയുണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്ന തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ചിലർക്ക് താൻ കൈമാറിയിട്ടുണ്ടായിരുന്നുവെന്നും അലി അക്ബർ. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തണമെന്ന് 2017 തന്നെ അന്നത്തെ ക്രൈംബ്രാഞ്ച് തലവനായിരുന്ന നിതിൻ അഗർവാൾ തന്നോട് ആവശ്യപ്പെട്ടതായി അലി അക്ബർ. വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ. CPM വഖഫ് വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ വഖഫ് ബോർഡ് അംഗം മുക്കം ഉമർ ഫൈസിക്കെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. വഖഫ് വിഷയത്തിൽ ഉമർ ഫൈസി കള്ളം പറയുന്നുവെന്നും ബോർഡിൽ RSSകാരെ നിയമിക്കാൻ ശ്രമം എന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും നാസർ ഫൈസി കൂടത്തായി. 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് ഉമർ ഫൈസി കോടതിയെ അറിയിച്ചതെന്നും കോടതിയുടെ അന്തിമ തീർപ്പിന് ശേഷം നിയമിക്കാമെന്നാണ് സർക്കാർ പറഞ്ഞതെന്നും നാസർ ഫൈസി കൂടത്തായി. വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ സംബന്ധിച്ച അമുസ്ലിങ്ങളെ UDF നിയമിച്ചാൽ അത് RSS ആകുമെന്നത് വിചിത്രമാണ് എന്ന് നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനം. വാർത്തകൾ വിശദമായി. യൂറോപ്പിലും നാറ്റോ സഖ്യരാജ്യങ്ങളിലും സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ CIA മേധാവിയുടെ മോസ്കോയിൽ രഹസ്യ സന്ദർശനം നടത്തിയത് വിവാദമാകുന്നു.
അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് രഹസ്യ സന്ദർശനം നടത്തിയത് എന്തിനായിരുന്നു? മോസ്കോയിൽ നടത്തിയ രഹസ്യ സന്ദർശനത്തിൽ നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കാൻ മുതിരരുതെന്ന് ക്രെംലിന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റോം ഷാഡോ ദീർഘദൂര മിസൈലുകൾ ഉക്രൈനിൽ തന്നെ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ നൽകുമെന്ന ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പ്രഖ്യാപനമാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. ഇതിനു മറുപടിയായി ബ്രിട്ടനും ഫ്രാൻസും തീകൊണ്ട് കളിക്കുകയാണ് എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ വിമർശിച്ചു. ഉക്രൈനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈൻ അകത്തോ പുറത്തോ ഉള്ള ബ്രിട്ടീഷ് സൈനിക ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കുവാൻ മടിക്കില്ലെന്ന് റഷ്യ ഭീഷണിപ്പെടുത്തി. എന്നാൽ CIA മേധാവിയുടെ മുന്നറിയിപ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അനാവശ്യ ഭീതി പരത്തുകയാണ് എന്നും നാറ്റോയെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് പദ്ധതിയില്ലെന്നുമാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചതും. UK രാഷ്ട്രീയ സംഭാവനകൾക്ക് 5 ലക്ഷം പരിധി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തെ UK പ്രധാനമന്ത്രി ആൻഡി ബേൺഹാം പിന്തള്ളിയത് വ്യാപക വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നു. ആദ്യം നിർദ്ദേശത്തെ പിന്തുണച്ച ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നതാണ് വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രചാരകർക്ക് അയച്ച ഇമെയിലാണ് വ്യക്തിഗത രാഷ്ട്രീയ സംഭാവനകൾക്ക് 5 ലക്ഷം പൗണ്ട് പരിധി വയ്ക്കുന്നതിനെ ബേൺഹാം പിന്തുണച്ചത്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ ധനികരുടെയോ സംഘടനകളുടെയോ സ്വാധീനം തടയാൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ലേബർ പാർട്ടിക്ക് വൻതോതിൽ സാമ്പത്തിക സഹായം നൽകുന്ന ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരെ എതിർപ്പുന്നയിച്ചതിനെ തുടർന്നാണ് ബേൺഹാം ഇലക്ഷൻസ് ബില്ലിൽ ഇതിനുള്ള ഭേദഗതികൾ കൊണ്ടുവരുന്നതിൽ നിന്ന് പിന്മാറിയത്. യൂണിയനുകളുടെ ഫണ്ടിങ്ങിനെ ഇത്തരം പരിധികൾ ബാധിക്കുമെന്നതായിരുന്നു അവരുടെ വാദം. വാഗ്ദാനം പാലിക്കാത്തതിന് ജനപ്രതിനിധികളും ആക്ടിവിസ്റ്റുകളും ബേൺഹാമിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഭാവിയിൽ ഇത്തരം ഒരു പരിധി കൊണ്ടുവരുന്നത് പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി ഓഫീസ് വ്യക്തമാക്കുന്നത്. UK ബാങ്കിംഗ് സ്ഥാപനമായിട്ടുള്ള ബാർക്ലേസിൻ്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ജസ് ടേലി വിവാദ വ്യവസായിയും ലൈംഗിക കുറ്റവാളിയുമായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീനുമായി നടത്തിയ ഇമെയിൽ ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ സ്നോ വൈറ്റ് വേഷം ധരിച്ചെത്തിയ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. US കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയ രഹസ്യ വിചാരണയുടെ രേഖകൾ പുറത്തു വന്നതോടെയാണ് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. 2010 ജൂലൈ മാസത്തിൽ സ്റ്റേലിയും എപ്സ്റ്റീനും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ ഡിസ്നി രാജകുമാരിമാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് സ്നോ വൈറ്റ് ഇമെയിലുകൾ. അത് രസകരമായിരുന്നു എന്ന് സ്നോ വൈറ്റിനോട് ഹായ് പറയൂ എന്ന് സ്റ്റേലി ഇമെയിലിൽ അയക്കുകയും എപ്സ്റ്റീൻ ഇതിന് മറുപടിയായി അടുത്തതായി ഏത് കഥാപാത്രത്തെയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ചോദ്യം ചെയ്യലിൽ എപ്സ്റ്റീൻ ലഭിച്ച മറ്റൊരു സന്ദേശത്തെക്കുറിച്ചും അന്വേഷിച്ചു. സ്നോ വൈറ്റ് വേഷം ധരിച്ച ഉടൻ തന്നെ അവളുമായി 2 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നായിരുന്നു ആ സന്ദേശം. അതേസമയം സ്നോ വൈറ്റ് വേഷം ധരിച്ചെത്തിയ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സ്റ്റേലി മറുപടി നൽകി. ഇമെയിലിലെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എപ്സ്റ്റീൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അത്തരമൊരു വസ്ത്രം ധരിച്ച സ്ത്രീയെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാമെന്നും എന്നാൽ അവരുമായി ബന്ധമില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എപ്സ്റ്റീനുമായുള്ള വഴിവിട്ട സൗഹൃദത്തെ തുടർന്ന് UKയിലെ സാമ്പത്തിക മേഖലയിലെ റെഗുലേറ്റർമാർ അന്വേഷണം ആരംഭിച്ചതോടെ 2021 സ്റ്റേലിക്ക് ബാർക്ലേസിൻ്റെ മേധാവി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. ലണ്ടനിലെ നാഷണൽ ഹോസ്പിറ്റൽ ഫോർ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറിയിൽ AI സഹായത്തോടെ മസ്തിഷ്ക ട്യൂമർ നീക്കം ചെയ്യുന്ന ലോകത്തിലെ ആദ്യ വിജയകരമായിട്ടുള്ള ശസ്ത്രക്രിയ നടത്തി. 48കാരനായിട്ടുള്ള റീസ് ഹിബർട്ടിൻ്റെ കാഴ്ചശക്തി സംരക്ഷിക്കാൻ സഹായിച്ച ഈ ശസ്ത്രക്രിയ മെയ് മാസത്തിലാണ് നടന്നത്. രോഗിയുടെ ആരോഗ്യനില പൂർണ്ണമായും മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് വിവരം ഇപ്പോൾ പുറത്തുവിട്ടത്. ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തിയിരുന്നുവെങ്കിലും AI സംവിധാനം തത്സമയ ക്യാമറ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത് പ്രധാന രക്തക്കുഴലുകൾ, നാഡികൾ തുടങ്ങിയ നിർണായക ഭാഗങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചു. ഹിബർട്ടിൻ്റെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ 11 മില്ലിമീറ്റർ വലിപ്പമുള്ള ട്യൂമർ നീക്കം ചെയ്യുന്നതിനിടയിൽ കാഴ്ച നിയന്ത്രിക്കുന്ന നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുവാൻ ഈ സാങ്കേതിക വിദ്യ നിർണായക പങ്കുവഹിച്ചു. 1 മില്ലിമീറ്ററിൻ്റെ പിഴവ് പോലും അന്ധതയ്ക്കോ സ്ട്രോക്കിനോ മരണത്തിനോ കാരണമാകാവുന്ന ശസ്ത്രക്രിയയാണിതെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി. 2024 രോഗനിർണയം നടത്തിയ ഹിബർട്ടിന് ഹോർമോൺ അസന്തുലിതാവസ്ഥയും കാഴ്ച പ്രശ്നങ്ങളും രൂക്ഷമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ണടയോ സഹായ ഉപകരണങ്ങളോ ഇല്ലാതെ നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോൾ ജോലിയിൽ തിരിച്ചെത്തിയ ഹിബർട്ട് ചുറ്റുപാടുകളെ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നുവെന്ന് പറഞ്ഞു. 100 കണക്കിന് ശസ്ത്രക്രിയാ ദൃശ്യങ്ങൾ പഠിച്ചാണ് AI സംവിധാനം വികസിപ്പിച്ചത് എന്നും സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ ഇത് ഡോക്ടർമാർക്ക് കൂടുതൽ സുരക്ഷിതമായ സഹായകമാകുമെന്നും ഗവേഷകർ അറിയിക്കുന്നു. കുട്ടികളിലെ സോഷ്യൽ മീഡിയ അഡിക്ഷനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന് ആരോപിച്ച് നൽകിയ കേസിൽ US സംസ്ഥാനങ്ങളുമായി മെറ്റ നടത്തിയ $18 ബില്യൺ ഒത്തുതീർപ്പിന് ശേഷം ഇംഗ്ലണ്ടിലെ ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് സമാനമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ മെറ്റ UKയിലും നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
US-ലെ 48 സംസ്ഥാനങ്ങളുമായുള്ള ധാരണാപ്രകാരം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും 18 വയസ്സിൽ താഴെയുള്ള കൗമാരക്കാർക്ക് ദിവസേന 2 മണിക്കൂർ പരിധി നിർബന്ധമാക്കും. കൂടാതെ അർദ്ധരാത്രി മുതൽ രാവിലെ 6 മണി വരെ ആപ്പ് ഉപയോഗിക്കുന്നതിന് വിലക്കും. സ്കൂൾ സമയങ്ങളിൽ നോട്ടിഫിക്കേഷനുകൾ നിശബ്ദമാക്കുവാനുള്ള സൗകര്യവും വരും. UK-യിൽ നിലവിലുള്ള ഓൺലൈൻ സേഫ്റ്റി ആക്ട് അനുസരിച്ച് ടെക് ഭീമന്മാർ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതുണ്ട്. US-ൽ നടപ്പിലാക്കുന്ന കർശനമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രായം തിരിച്ചറിയുവാനുള്ള പുതിയ സാങ്കേതിക വിദ്യകളും മെറ്റ UK-ലും യൂറോപ്പിലെയും ഉപഭോക്താക്കൾക്കായി വ്യാപിപ്പിക്കുമെന്നാണ് UK ഓഫ്ലൈൻ സുരക്ഷാ റെഗുലേറ്ററായിട്ടുള്ള ഓഫ്കോം പ്രതീക്ഷിക്കുന്നത്. ഈ $18 ബില്യൺ $12.7 ബില്യൺ മാത്രമാണ് മെറ്റ നേരിട്ട് നൽകുക. ബാക്കി $5.3 ബില്യൺ തുക നൽകണമെങ്കിൽ ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ മറ്റ് എതിരാളികളും സമാനമായ സുരക്ഷാ നിയന്ത്രണങ്ങളും പിഴയും അംഗീകരിക്കണമെന്ന അപൂർവമായ നിബന്ധനയും കരാറിലുണ്ട്. UK ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം UK-യിലുടനീളമുള്ള ഹോട്ടലുകളിൽ താൽക്കാലികമായി താമസിപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടെ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഹോട്ടലുകളിൽ കഴിയുന്ന അഭയാർത്ഥികളുടെ എണ്ണം പകുതിയോളം കുറയ്ക്കാൻ സാധിച്ചു. 10,000-കണക്കിന് ആളുകളെയാണ് മറ്റ് ബദൽ താമസ സൗകര്യങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. അഭയാർത്ഥികളുടെ അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുവാനും തീർപ്പാക്കാനും സാധിച്ചതാണ് പ്രധാന കാരണം. ഇതിലൂടെ യോഗ്യരായവർക്ക് താമസാനുമതി നൽകുവാനും അല്ലാത്തവരെ തിരിച്ചയക്കുവാനും സാധിച്ചു. ഹോട്ടൽ മുറികൾ വാടകയ്ക്കെടുക്കുന്നതിലൂടെ പ്രതിദിനം ദശലക്ഷക്കണക്കിന് പൗണ്ട് ടാക്സ് പണമായിരുന്നു സർക്കാരിന് ചെലവായിരുന്നത്. ഹോട്ടലുകളുടെ എണ്ണം കുറച്ചതോടെ UK ഖജനാവിന് വൻ തുക ലാഭിക്കാൻ സാധിച്ചുവെന്നും മുൻ സൈനിക താവളങ്ങൾ, ബാർജുകൾ, കമ്മ്യൂണിറ്റി പാർപ്പിടങ്ങൾ എന്നിവ നിർമ്മിച്ച ആളുകളെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചത് ഹോട്ടലുകളെ ആശ്രയിക്കുന്നത് കുറച്ചുവെന്നും പറയപ്പെടുന്നു. ഹോട്ടലുകൾ പൂർണ്ണമായും ഒഴിവാക്കി സാധാരണക്കാരുടെ നികുതി പണം ലാഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UK സർക്കാർ ഈ നടപടികൾ വേഗത്തിലാക്കിയത്. UK-യിൽ ശക്തമായിട്ടുള്ള ഉഷ്ണതരംഗത്തിന് പിന്നാലെ വന്ന ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഉയർന്ന താപനിലയ്ക്ക് ശേഷം അന്തരീക്ഷത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനമാണ് ഇത്തരം കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത്. വെള്ളപ്പൊക്കത്തിൽ ഡസൻ കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ഭൂരിഭാഗവും വെയിൽസും മുഴുവൻ വരൾച്ചയിലാണ് എന്ന് പ്രഖ്യാപിച്ച വേനൽക്കാലത്തിൻ്റെ അവസാനത്തിൽ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുന്നതിനാൽ ചില പ്രദേശങ്ങളിൽ വെറും 12 മണിക്കൂറിനുള്ളിൽ 75 മില്ലിലിറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. UK മെറ്റ് ഓഫീസ് ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്ന് ഇംഗ്ലണ്ടിലും വെയിൽസിലും മഞ്ഞൾ, ഓറഞ്ച് അലർട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവ കാരണം നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മരങ്ങൾ കടപുഴകി വീണ് വസ്തുവകകൾക്ക് തകർച്ച ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. കൊടുങ്കാറ്റിനിടയിലുണ്ടാകുന്ന ശക്തമായ മിന്നലടിച്ച് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും തീപിടിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിന്നൽ പ്രളയവും റോഡുകളിൽ മരങ്ങൾ വീഴുന്നതും ട്രെയിൻ, റോഡ് ഗതാഗതത്തെയും വൈദ്യുതി ബന്ധത്തെയും സാരമായി ബാധിക്കുന്നു. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ധാരണ തുടരാൻ സന്നദ്ധത അറിയിച്ച് ഇറാൻ സന്ദർശിച്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ-റഹ്മാൻ ജാസിം അൽത്താനിയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ ചർച്ചയിലാണ് ഇറാൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ധാരണ തുടരാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു ഇറാൻ. മുൻപൊപ്പിട്ട കരാറിൻ്റെ വ്യവസ്ഥകൾ തുടരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇറാൻ അറിയിച്ചുവെങ്കിലും ചർച്ചകൾ പുനരാരംഭിക്കാൻ നിലവിൽ ധൃതിയില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. ഇറാൻ അമേരിക്ക സംഘർഷം 6 മാസം തികയുന്ന ഘട്ടത്തിലാണ് വീണ്ടും നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഖത്തർ പ്രധാനമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗച്ചിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള വഴികളും അമേരിക്കയുമായുള്ള ചർച്ചകൾക്കുള്ള ഉപാധികളും പ്രധാന വിഷയമായി. ഒമാനുമായി സഹകരിച്ച് ഹോർമൂസ് കടലിടുക്കിൽ താൽക്കാലിക കപ്പൽപാത തുറക്കുന്നത് സംബന്ധിച്ചും കടലിടുക്കിൽ പാകിയ മൈനുകൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അതേസമയം ഹോർമൂസ് വഴിയുള്ള തെക്കൻ തീരത്തെ കപ്പൽ സർവീസ് അമേരിക്കയുമായി ചേർന്ന് നടപ്പാക്കുന്നത് ഒമാൻ അവസാനിപ്പിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ അടുത്തിടെ ഇന്ത്യയുടേത് ഉൾപ്പെടെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സംഭവം മേഖലയിൽ വൻ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. തകർക്കപ്പെട്ട ഇറാൻ്റെ ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി നിലവിൽ തെളിവുകളൊന്നുമില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫാൽ ഗ്രോസി വ്യക്തമാക്കി. ടെഹ്റാനിൽ ആരംഭിച്ച ഇസ്ലാമിക ഐക്യ സമ്മേളനത്തിൽ സംസാരിക്കവേ മേഖലയുടെ സുരക്ഷയ്ക്കായി ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും സാമ്പത്തിക, സാംസ്കാരിക സഹകരണം ശക്തമാക്കണമെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആഹ്വാനം ചെയ്തു. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തെയും യുദ്ധത്തെയും നേരിടാനുള്ള ശക്തമായ നടപടികൾ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ MP ഗാലിബാഫും വ്യക്തമാക്കി. ഇറാനിൽ നേരിട്ടെത്തി വിദേശകാര്യമന്ത്രിയുമായി ചർച്ച പൂർത്തിയാക്കി ഖത്തർ പ്രധാനമന്ത്രി.
അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നതിൽ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായേക്കും. രാജ്യം സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിലാണ് എന്ന് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞു. ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും സാമ്പത്തിക സഹകരണം ശക്തമാക്കണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആഹ്വാനം ചെയ്തു. അതേസമയം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധൃതിയില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത്, അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ഉപാധികൾ, ഇതൊക്കെ ഒമാനുമായി ചേർന്ന് ഹോർമൂസിൽ ഇറാൻ തുറക്കാൻ പോകുന്ന താൽക്കാലിക പാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യൽ, ഇവയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ജാസിം അൽത്താനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുമായി ചർച്ച ചെയ്തത്. ഇറാൻ അമേരിക്ക സംഘർഷം ആരംഭിച്ചിട്ട് 6 മാസം പൂർത്തിയാകുന്നു. സുപ്രധാന തീരുമാനങ്ങളിലേക്കാണ് ഇറാനും നീങ്ങുന്നതെന്നാണ് സൂചന. ഹോർമുസിൽ ഇന്ത്യൻ കപ്പലടക്കം 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അമേരിക്കയുമായി ചേർന്ന് തെക്കൻ തീരം വഴി കപ്പലുകൾ കടത്തിവിടുന്നത് ഒമാൻ അവസാനിപ്പിച്ചുവെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധം നേരിടാനുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ MP ഗാലിബാഫ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇളയ മകൻ ബാരൻ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന ആരോപണം തള്ളി ഇറാൻ്റെ സുരക്ഷാ തലവൻ മൊഹ്സൻ റസായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കെട്ടിച്ചമച്ച കഥയാണിതെന്നും ട്രംപിനെ ഭയപ്പെടുത്താനാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചതെന്നും റസായി ലബനിലെ അൽമനാർ TVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറാൻ ഒരു വധശ്രമത്തിന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് തങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ല എന്ന് അവകാശപ്പെട്ട അദ്ദേഹം ഈ റിപ്പോർട്ടുകളെല്ലാം നെതന്യാഹു കെട്ടിച്ചമച്ച നുണകൾ മാത്രമാണ് എന്ന് പറഞ്ഞു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1-ൽ നിന്നും ചെറിയൊരു സൈനിക വിമാനത്തിലേക്ക് മാറിയിരുന്നു. ഇറാൻ്റെ വധഭീഷണി ഉണ്ടെന്ന് നെതന്യാഹു നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് ഭയന്നുപോയ ട്രംപ് രക്ഷപ്പെടാനായി ഒരു ഭക്ഷണ ട്രക്കിൽ ഒളിച്ചിരുന്ന സാധാരണ തൊഴിലാളികളെപ്പോലെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇറാൻ്റെ സുരക്ഷാ തലവൻ പരിഹസിച്ചു. തുർക്കിയിലെ വിമാനമാറ്റത്തിന് മുൻപ് തന്നെ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രായേലിൽ നിന്ന് അമേരിക്കയ്ക്ക് പലതവണ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. താൻ ഇറാൻ്റെ വധപ്പട്ടികയിൽ ഒന്നാമനാണ് എന്ന് ട്രംപും മുൻപ് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 129.87 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.52 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.25 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.89 ഇന്ത്യൻ രൂപ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി നാഷണൽ ന്യൂസ്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് JEE പ്രവേശന പരീക്ഷകളുടെ രീതിയിലും ഘടനയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. സ്കൂൾ പാഠ്യപദ്ധതിയും മത്സര പരീക്ഷകളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായകമായിട്ടുള്ള ശുപാർശകളുള്ളത്. സ്കൂളുകളിൽ ആശയാധിഷ്ഠിത പഠനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ എൻട്രൻസ് പരീക്ഷകൾക്ക് സമയപരിധിക്കുള്ളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാനുള്ള പരിശീലനമാണ് ആവശ്യമെന്ന് സമിതി വിലയിരുത്തി. ഈ വിടവാണ് വിദ്യാർത്ഥികളെ വൻതോതിൽ സ്വകാര്യ കോച്ചിംഗ് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ആശ്രിതത്വവും വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദവും കുറയ്ക്കുകയാണ് ലക്ഷ്യം. NCERTയെ പ്രധാന ഏകോപന ഏജൻസിയാക്കി CBSE, NTA എന്നിവയുമായി ചേർന്ന് സിലബസും പരീക്ഷാരീതിയും തുല്യമായി കൊണ്ടുപോകാൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. കൂടാതെ 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയ്ക്ക് 50% വരെ വെയിറ്റേജ് നൽകുന്നതും 11ാം ക്ലാസ് തലത്തിൽ പ്രവേശന പരീക്ഷ നടത്തൽ, പരീക്ഷയ്ക്ക് ഒന്നിലധികം അവസരങ്ങൾ നൽകൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും സമിതിയുടെ പരിഗണനയിലുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയം വിശദമായി പരിശോധിച്ചു വരുന്നു. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കണമെന്ന് വാദിച്ച് ദില്ലിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചവരുമായി ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ. സമരക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള ഹർഷ ദുബെ, റാൻ ബഹാദൂർ സിംഗ് ചൗഹാൻ, മൃത്യുഞ്ജയ് പഥക് എന്നിവരുമായാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ചർച്ച നടത്തിയത്. സമരക്കാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് സംഭാഷണം തുടരാമെന്ന് JP നദ്ദ അറിയിച്ചു. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് പകരം സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രമാകണം സംവരണമെന്ന് വാദിച്ചായിരുന്നു ജന്തർ മന്ദറിൽ ഓഗസ്റ്റ് 21-ന് നൂറുകണക്കിന് ആളുകൾ സമരത്തിനെത്തിയത്. ജന്തർ മന്ദറിൽ സമരത്തിന് അനുമതി നിഷേധിച്ചത് BJPയെ പിന്തുണയ്ക്കുന്ന മുന്നോക്ക സംഘടനകളുടെ അതൃപ്തിക്ക് ഇടയാക്കിയതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പരിശീലന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. ട്രെയിനി പൈലറ്റും ഇൻസ്ട്രക്ടർ പൈലറ്റുമാണ് കൊല്ലപ്പെട്ടത്. ഗംഗാ നദിയോട് ചേർന്ന നാത്തൂപൂർവ ഗ്രാമത്തിലെ കൃഷിയിടത്തിലാണ് ഇരട്ട എഞ്ചിൻ വിമാനം തകർന്നു വീണത്. അപകടത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്തെത്തി. ഗാർഗ് ഏവിയേഷൻ്റെ ഉടമസ്ഥയിലുള്ള ടെക്നാം P206T വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:50ഓടെയാണ് അപകടമുണ്ടായത്. കാൺപൂരിലെ ഗാർഗ് ഏവിയേഷൻ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് രാവിലെ 11:30-ന് 4 സീറ്റ് വിമാനം പറന്നുയർന്നു.
ട്രെയിനിങ് സെൻറ്ററിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത്. ഗുജറാത്ത് സ്വദേശി സച്ചിൻ ഭാട്ടിയ, കർണാടക സ്വദേശി അഭിഷേക് പൂജാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3000 മണിക്കൂർ വിമാനം പറത്തി മുൻപരിചയമുള്ള ഇൻസ്ട്രക്ടറാണ് കൊല്ലപ്പെട്ടത് എന്ന് കാൺപൂർ നഗർ പോലീസ് കമ്മീഷണർ രഘുബീർ ബാൽ പറയുന്നു. DGCA സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെന്നും അവർ അവകാശപ്പെട്ടു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. വിമാനത്തിൻ്റെ ലോഹഭാഗങ്ങൾ ഒടിഞ്ഞുകിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. 2023 ട്രെയിനിങ് സെൻറ്റർ ഈ വിമാനം വാങ്ങിയത്. അപകടത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി. പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനത്തിൽ വെളിപ്പെടുത്തലുമായി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന റിപ്പോർട്ട് 2017 തന്നെ താൻ നൽകിയിരുന്നുവെന്ന് ആലപ്പുഴ പല്ലന സ്വദേശിയായിട്ടുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അലി അക്ബർ പറഞ്ഞു. തൻ്റെ റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ഉണ്ടായില്ല എന്നും സുകുമാരക്കുറുപ്പ് എവിടെയുണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്ന തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ചിലർക്ക് താൻ കൈമാറിയിട്ടുണ്ടായിരുന്നുവെന്നും അലി അക്ബർ അവകാശപ്പെടുന്നു. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തണമെന്ന് 2017 അന്നത്തെ ക്രൈംബ്രാഞ്ച് തലവനായിരുന്ന നിതിൻ അഗർവാൾ തന്നോട് ആവശ്യപ്പെട്ടതായി അലി അക്ബർ പറയുന്നു. കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യം കണ്ടെത്തണമെന്നും മരിച്ചിട്ടുണ്ടെങ്കിൽ കുഴിമാടം എവിടെയാണ് എന്നും കണ്ടെത്തണമെന്നും ക്രൈംബ്രാഞ്ച് മേധാവി അന്ന് ആവശ്യപ്പെട്ടിരുന്നു. തന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് തൻ്റെ പേരിൽ ഉത്തരവിറക്കിയെന്നും അലി അക്ബർ പറയുന്നു. സഹപ്രവർത്തകനായ ശ്യാംജിയും താനും സുകുമാരക്കുറുപ്പിനായി നിരവധി മേഖലകളിൽ സഞ്ചരിച്ചു. മഫ്തിയിലും മറ്റുമായി നടത്തിയ അന്വേഷണത്തിൽ സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ശേഖരിച്ചു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്നുറപ്പിക്കുവാൻ കഴിയുന്ന നിരവധി വിവരങ്ങൾ കുറുപ്പിൻ്റെ കുടുംബാംഗങ്ങളായ ചിലരിൽ നിന്ന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയായ നിതിൻ അഗർവാളിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. നിതിൻ അഗർവാളിനെ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതോടെ റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ഉണ്ടായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. CPM വഖഫ് വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ വഖഫ് ബോർഡ് അംഗം മുക്കം ഉമർ ഫൈസിക്കെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. വഖഫ് വിഷയത്തിൽ ഉമർ ഫൈസി കള്ളം പറയുന്നുവെന്നും ബോർഡിൽ RSSകാരെ നിയമിക്കുവാൻ ശ്രമമെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. പുതിയ നിയമം അംഗീകരിച്ചാണ് LDF സർക്കാർ ബോർഡ് രൂപീകരിച്ചത്. 2 അംഗങ്ങളെ പിന്നീട് നിയമിക്കുമെന്ന് LDF കോടതിയെ അറിയിച്ചു. 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിൽ എതിർപ്പില്ല എന്നാണ് ഉമർ ഫൈസി കോടതിയെ അറിയിച്ചത്. കോടതിയുടെ അന്തിമ തീർപ്പിന് ശേഷം നിയമിക്കാമെന്നാണ് സർക്കാർ പറഞ്ഞത് എന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. ലീഗും UDFും RSS കാസ അജണ്ട നടപ്പിലാക്കുന്നുവെന്ന് ഉമർ ഫൈസി പ്രചരിപ്പിക്കുന്നു. ഷോൺ ജോർജിൻ്റെ ഹർജി തള്ളണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെട്ടത്. കേന്ദ്ര നിയമവും കോടതി വിധിയും UDF അംഗീകരിച്ചാൽ അത് RSSന് വഴങ്ങലും LDFും വഖഫ് ബോർഡും അംഗീകരിച്ചാൽ അത് RSSനെ പ്രതിരോധിക്കലുമാകുന്നത് വിചിത്രമാണ്. വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ സമ്മതിച്ച അമുസ്ലിങ്ങളെ UDF നിയമിച്ചാൽ അത് RSS ആകുമെന്നത് വിചിത്രമാണ് എന്നും നാസർ ഫൈസി കൂടത്തായി വിമർശിച്ചു. ചെങ്ങന്നൂരിൽ ഗർഭനിരോധന ഉറകൾ കൂട്ടത്തോടെ റോട്ടിൽ തട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. കോൺഗ്രസ് കൗൺസിലർ വരുൺ മട്ടക്കലാണ് ലോക്കൽ പോലീസിനെതിരെ പരാതി നൽകിയത്. 2000-ലേറെ ഗർഭനിരോധന ഉറകൾ തള്ളിയ സ്ഥലത്ത് CCTV ക്യാമറകൾ അടക്കമുണ്ടായിട്ടും പോലീസ് അന്വേഷിക്കുകയോ കേസെടുക്കുകയോ ചെയ്തില്ല എന്നാണ് വരുണിൻ്റെ പരാതി. കഴിഞ്ഞ മാസം 30 രാത്രിയാണ് ഗർഭനിരോധന ഉറകൾ MC റോഡിൽ കൂട്ടത്തോടെ തള്ളിയത്. സംഭവം അന്വേഷിക്കുമെന്ന് പോലീസ് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കാര്യമായ അന്വേഷണം ഉണ്ടായിരുന്നില്ല. വെള്ളാവൂർ ജംഗ്ഷന് സമീപം റോഡിൽ 2000-ഓളം ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഉറകളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാത്രി 10 മണിയോടെ ഓടുന്ന വാഹനത്തിൽ നിന്ന് ഈ മാലിന്യങ്ങൾ റോഡിലേക്ക് തള്ളിയതാണ് എന്നാണ് പ്രാദേശിക നിവാസികൾ സംശയിക്കുന്നത്. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്താണ് ഇത് സംഭവിച്ചത് എന്നും അവർ പറയുന്നു. ചെങ്ങന്നൂർ നഗരസഭ അധികൃതർ പിന്നീട് റോഡിൽ നിന്നും നീക്കം ചെയ്ത് പ്രദേശം ശുചീകരിച്ചിരുന്നു. അന്വേഷണം വഴിമുട്ടുകയും ചെയ്തു. ഇനി കായിക വാർത്തകൾ. ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. സെയിൻറ്റ് ലൂയിസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെൻറ്റ് ഫൈനലിൽ ഫാബിയോ കരുവാനെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. $2 ലക്ഷം ഏകദേശം 1.91 കോടി രൂപ സമ്മാനത്തുകയായി പ്രജ്ഞാനന്ദയ്ക്ക് ലഭിക്കും. സെയിൻറ്റ് ലൂയിസ് ചെസ് ക്ലബ്ബിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അവസാന ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഫാബിയോ കരുവാനയ്ക്ക് 6 പോയിൻറ്റിൻ്റെ ലീഡുണ്ടായിരുന്നു. എന്നാൽ റാപ്പിഡ് ഗെയിമുകളും ജയിച്ച് പ്രജ്ഞാനന്ദ മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. ഫിലിപ്പീനോ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ വെസ്ലി സോയ്ക്കാണ് ഗ്രാൻഡ് ചെസ് ടൂറിൽ 3-ാം സ്ഥാനം. ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ വിൻസെൻ്റ് കേമറിനെയാണ് വെസ്ലി സോ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കയുടെ CIA മേധാവി ജോൺ റാഡ്ക്ലിഫ് മോസ്കോയിൽ രഹസ്യ സന്ദർശനം നടത്തിയത് ലോകരാജ്യങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്നു. രഹസ്യ സന്ദർശനം യൂറോപ്പിലും നാറ്റോ സഖ്യരാജ്യങ്ങളിലും സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ
നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കുവാൻ മുതിരരുതെന്ന് ക്രെംലിന് CIA മേധാവി നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി വാൾ സ്ട്രീറ്റ് ജേണൽ. റഷ്യയെ പ്രകോപിപ്പിച്ചത് സ്റ്റോം ഷാഡോ ദീർഘദൂര മിസൈലുകൾ ഉക്രൈനിൽ തന്നെ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ നൽകുമെന്ന ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രഖ്യാപനം. ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ. UK-യിലെ രാഷ്ട്രീയ സംഭാവനകൾക്ക് 5 ലക്ഷം പരിധി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിൽ UK പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമിന്റെ മലക്കമറിച്ചിൽ വൻ വിവാദമാകുന്നു. ആദ്യം നിർദ്ദേശത്തെ പിന്തുണച്ച ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. ബേൺഹാം ഇലക്ഷൻസ് ബില്ലിലെ ഭേദഗതികളിൽ നിന്നും പിന്മാറിയത് ലേബർ പാർട്ടിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പിനെ തുടർന്ന്. വാഗ്ദാനം പാലിക്കാത്തതിന് ജനപ്രതിനിധികളും ആക്ടിവിസ്റ്റുകളും ബേൺഹാമിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത്. UK ബാങ്കിംഗ് സ്ഥാപനമായ ബാർക്ലേസിന്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ജസ് സ്റ്റേലി ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസിൽ സ്നോ വൈറ്റ് വേഷം ധരിച്ച സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് മൊഴി നൽകിയതായി റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് US കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയ രഹസ്യ വിചാരണയുടെ രേഖകൾ പുറത്തുവന്നതോടെ. 2010 ജൂലൈ മാസത്തിൽ സ്റ്റേലിയും എപ്സ്റ്റീനും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ ഡിസ്നി രാജകുമാരിമാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. ബാർക്ലേസിന്റെ മേധാവി സ്ഥാനം സ്റ്റേലിക്ക് രാജിവെക്കേണ്ടി വന്നത് 2021 സാമ്പത്തിക മേഖലയിലെ റെഗുലേറ്റർമാർ അന്വേഷണം ആരംഭിച്ചതോടെ. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ധാരണ തുടരാൻ സന്നദ്ധത അറിയിച്ച ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനിയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ ചർച്ചയിൽ. മുൻപൊപ്പിട്ട കരാറിന്റെ വ്യവസ്ഥകൾ തുടരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇറാൻ. ചർച്ചകൾ പുനരാരംഭിക്കാൻ നിലവിൽ ധൃതിയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് വഴിയുള്ള തെക്കൻ തീരത്തെ കപ്പൽ സർവീസ് അമേരിക്കയുമായി ചേർന്ന് നടപ്പാക്കുന്നത് ഒമാൻ അവസാനിപ്പിച്ചതായി ഇറാൻ. ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും സാമ്പത്തിക സഹകരണം ശക്തമാക്കണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. രാജ്യം സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിലാണ് എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഫ്. ഒമാനുമായി ചേർന്ന് ഇറാൻ ഹോർമൂസിൽ താൽക്കാലിക പാത ഉടൻ തുറക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗച്ചിയും. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധം നേരിടാനുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ മകൻ ബാരൺ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന ആരോപണം തള്ളി ഇറാന്റെ സുരക്ഷാ തലവൻ മൊഹസൻ റസായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കെട്ടിച്ചമച്ച കഥയാണിതെന്നും ട്രംപിനെ ഭയപ്പെടുത്താനാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നും റസായി. ഇറാന്റെ വധഭീഷണി ഉണ്ട് എന്ന് നെതന്യാഹു നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് ഭയന്നുപോയ ട്രംപ് ഭക്ഷണ ട്രക്കിൽ രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായതെന്നും ഇറാൻ സുരക്ഷാ തലവൻ. ഇറാൻ വധശ്രമത്തിന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് മൊഹ്സാൻ റസായി. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് JEE പ്രവേശന പരീക്ഷകളുടെ രീതിയിലും ഘടനയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂളുകളിൽ ആശയാധിഷ്ഠിത പഠനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ എൻട്രൻസ് പരീക്ഷകൾക്ക് സമയപരിധിക്കുള്ളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാനുള്ള പരിശീലനമാണ് ആവശ്യമെന്ന് സമിതി. സ്കൂൾ പാഠ്യപദ്ധതിയും മത്സര പരീക്ഷകളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് വിദഗ്ധ സമിതി. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ വെളിപ്പെടുത്തലുമായി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന റിപ്പോർട്ട് 2017 തന്നെ താൻ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ഉണ്ടായില്ലെന്നും കുറുപ്പ് എവിടെയുണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്ന തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ചിലർക്ക് താൻ കൈമാറിയിട്ടുണ്ടായിരുന്നുവെന്നും അലി അക്ബർ. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തണമെന്ന് 2017 തന്നെ അന്നത്തെ ക്രൈംബ്രാഞ്ച് തലവനായിരുന്ന നിതിൻ അഗർവാൾ തന്നോട് ആവശ്യപ്പെട്ടതായി അലി അക്ബർ. വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ. CPM വഖഫ് വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ വഖഫ് ബോർഡ് അംഗം മുക്കം ഉമർ ഫൈസിക്കെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. വഖഫ് വിഷയത്തിൽ ഉമർ ഫൈസി കള്ളം പറയുന്നുവെന്നും ബോർഡിൽ RSSകാരെ നിയമിക്കാൻ ശ്രമം എന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും നാസർ ഫൈസി കൂടത്തായി. 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് ഉമർ ഫൈസി കോടതിയെ അറിയിച്ചതെന്നും കോടതിയുടെ അന്തിമ തീർപ്പിന് ശേഷം നിയമിക്കാമെന്നാണ് സർക്കാർ പറഞ്ഞതെന്നും നാസർ ഫൈസി കൂടത്തായി. വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ സംബന്ധിച്ച അമുസ്ലിങ്ങളെ UDF നിയമിച്ചാൽ അത് RSS ആകുമെന്നത് വിചിത്രമാണ് എന്ന് നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.